അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശാസ്ത്രിക്കണം. അച്ഛൻ എന്താ ഈ പ്രാർത്ഥന ആവർത്തിക്കണം ചോദിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ കർത്താവ് എനിക്ക് അഭിഷേകമായി തന്നിരിക്കുകയാണ്. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്താ കാര്യം എന്നറിയാമോ? അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററി ഉണ്ട്. എന്താണ്? കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. 39 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാസാൽത്താറ് നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് തീരുമാനം എടുക്കണം? അങ്ങോട്ട് പോകണോ പോകണ്ടേ? സംസാരിക്കണോ വേണ്ടേ? കൊടുക്കണോ? ആ സ്ഥലമായാലും ശരി, വഴിയായാലും ശരി, കൊടുക്കണോ വേണ്ടേ? ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ ഇല്ലാത്ത ആത്മാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ വ്യക്തതയുണ്ടായ വിഷയത്തെക്കുറിച്ച് കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും. കർത്താവെ, അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുരൂഹമായ സാഹചര്യങ്ങൾ, സന്നിഗ്ധമായിട്ടുള്ള സംസാരങ്ങൾ, ഇടപാടുകൾ, അവിടെയെല്ലാം ഒരു തീരുമാനം എടുക്കാൻ, ഒരു നിലപാടെടുക്കാൻ, ഒരു സംസാരിക്കാൻ കർത്താവ് നിനക്ക് തെളിമയുടെ ആത്മാവിനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഉന്നത വിദ്യാഭ്യാസം വേണം, അതിനുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഗ്രൂപ്പിനെക്കുറിച്ച് സംശയമുണ്ടാകും. കുഞ്ഞുങ്ങളെ ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം? എക്കണോമിക്സ് വേണോ, സയൻസ് വേണോ, മാത്സ് വേണോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ കർത്താവെ, ഇപ്പോഴും ഞാൻ ഈ പ്രഭാതത്തിൽ ആ മാതാപിതാക്കന്മാരെ
ഇപ്പോഴ് അവരുടെ ശിരസ്സിൽ നിൻ്റെ കൈ വെക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാശക്തിയാൽ അവർക്ക് ബോധോദയം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനം തെറ്റാതിരിക്കാനും അവർക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ഇത് കറക്റ്റ് തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്തിൻ്റെ കൃപയിലൊരു തീരുമാനം എടുക്കാൻ, മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനമെടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. കർത്താവ് നിന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളുണ്ട് ഈശോയെ, അവരെ നീ സുഖപ്പെടുന്നതിനെ കാണിക്കുന്നുണ്ട്. കർത്താവ് ശ്വാസകോശ രോഗി, കർത്താവ് രക്തത്തെ കളർ മാറിയിട്ട് ഓറഞ്ചിൻ്റെ നീര് പോലെ ആയിപ്പോണ രക്തത്തെ, ആ രോഗമുള്ളവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴലിലും അസ്ഥിഞരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായങ്ങൾ, ഏജൻസികൾ, നിനക്ക് എവിടുന്നാണ് പണം ലഭിക്കുന്നത്, അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സങ്ങൾ ഈ നിമിഷം ഞാൻ അർപ്പിച്ചിട്ടുള്ള 10,000-കണക്കിന് കുർബാൻ്റെ ശക്തിയാൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവവേദലെ നീ സ്വതന്ത്രനാവുക. നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കവും ക്ഷീണവും കൊണ്ടുകൊണ്ട് നിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിന്നെ തളിക്കപ്പെടുകയും നിന്നെ കർത്താവ് വീണ്ടെടുക്കുകയും നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കർത്താവ് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇപ്പോൾ പുറപ്പെട്ട് രാത്രി തിരിച്ച് നിന്റെ വീട്ടിലെത്തുന്നവരെ ചെയ്യേണ്ട എല്ലാ ഉദ്യമങ്ങളിലും, ജോലികളിലും, ജോലിഭാരങ്ങളിലും, തീരുമാനങ്ങളിലും, യാത്രകളിലും, ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും, നടക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിൻ്റെ ഹൃദയത്തെ സ്പരിക്കട്ടെ. നിൻ്റെ ശരീരത്തെ സ്പർശിക്കട്ടെ. നിൻ്റെ കർത്താവിൻ്റെ ശക്തി ഉച്ചമുള്ളംകാലം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവലംബങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ എന്നല്ലേ ഈ രസകരമായ വാക്ക് ഈ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ജോഷുവയുടെ പുസ്തകമാണ് 5:11 വായിച്ചേ. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. അവര് കാനാൻ ദേശത്ത് ഗിൽഗാലിലെത്തി. ഇസ്രായേൽ ജനം അവിടുത്തെ ഭൂമിയിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലുമൊക്കെ ഫലങ്ങളിലും ഫലമൂലാദികളിലുമൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ടക്ക് എന്ന് സ്വിച്ചിട്ടതുപോലെ മന്ന നിന്നുപോയി. അത് സ്വാഭാവികമായ കാര്യമാണ്, നല്ല കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ. അവർ ആ വിലയെടുത്ത് അധ്വാനിച്ച് കഴിയട്ടെ, നല്ല കാര്യമല്ലേ. പക്ഷേ കർത്താവിന് 2 തരം അനുഗ്രഹങ്ങളുണ്ടേ. അധ്വാനിച്ച് ജീവിക്കുന്നത് കർത്താവ് ആദ്യമേ തന്നെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ മനുഷ്യനെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. നല്ല ചെറിയ പറയല്ലേ, എൻ്റെ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, എൻ്റെ അച്ഛ ചിലപ്പോൾ അമ്മമാരും മക്കളെയും കൊണ്ടുവരും. എൻ്റെ അച്ഛാ ഞാനും കൂടി രാത്രി മുഴുവൻ അവൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. കുഞ്ഞ് പഠിക്കണുണ്ട് അച്ഛാ, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്കില്ല. ഇതല്ലേ സംഭവം. അത് കുഞ്ഞിന് മാത്രമല്ലല്ലോ ആ പ്രശ്നം. നമ്മൾ അധ്വാനിക്കുന്നു അല്ലേ. ജെറമിയ 12:13 എടുത്തേ. 12:13 വാക്യം. അവർ ധാന്യം വിതച്ചു, മുള്ളു കൊയ്തു, കഠിനാധ്വാനം ചെയ്തു, ഫലമൊന്നും ഉണ്ടായില്ല. അപ്പം അത് ഇങ്ങനെ സംഭവിക്കാം. ഇപ്പം ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞു, ഞാനും കുഞ്ഞും കൂടി 4 മണി വെളുപ്പിനെ ഇരുന്ന് പഠിച്ചതാണ്. ആ മടിയനായിട്ടും പഠിക്കാതിരുന്നില്ല, പഠിച്ചാ പക്ഷേ പരീക്ഷയിൽ മാർക്കില്ല അവനെന്ന് പറയും. അപ്പോൾ ഇതാണ് അതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് അവർ ഒത്തിരി അധ്വാനിക്കും, പലതരത്തിലും ഉള്ള ജോലികൾ ചെയ്യും,
പക്ഷേ ജോലി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങൾക്കെല്ലാം. ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തും ചെയ്യാം, ദൈവം അതിൽ കക്ഷിയാണോ എന്ന് നോക്കണം. ആചാര അനുഷ്ഠാന പ്രകാരമുള്ള ദൈവം, നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ധ്യാനഗുരു പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? യൂറോപ്പിന് വിശ്വാസം പോയെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അവിടെ ആധ്യാത്മിക ജീവിതത്തിലും അനുദിനമുള്ള ജീവിതത്തിലും സത്യസന്ധമായ സുവിശേഷ മൂല്യങ്ങളുണ്ട്. സത്യം, നീതി, സാഹോദര്യം, അതെല്ലാം ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര കൂടുതലാണ്, പക്ഷേ ജീവിതത്തിൽ സത്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധ്വാനിക്കുമ്പോൾ പക്ഷേ നമ്മൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറയും, അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷെ മുള്ളു കൊയ്തെന്ന് പറയത്തില്ലേ. എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണതിൻ്റെ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല, നമ്മുടെ നിലപാട്, ചതി, വഞ്ചന, പാരവെപ്പ്, സൂചിവെപ്പ്, മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക, ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ദൈവത്തിന് ചേർത്ത് നിർത്താന്ന് വെച്ചാൽ ദൈവം ചേരത്തില്ല. അപ്പം ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് സുവിശേഷവിഹിതമായ. അങ്ങനെ വരുമ്പോൾ അധ്വാനങ്ങൾ ഇരട്ടി ഫലം ഉണ്ടാക്കും. അധ്വാനങ്ങൾ ഇപ്പോൾ സങ്കീർത്തനം 4:7 എടുത്ത്, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കണം ദൈവത്തെ അവലംബിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു ജീവിത സമീപനം ആവശ്യമായി വരണത്. അങ്ങനെ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ വളരെ ഈ ഫിയർസ് ഓഫ് പർട്ടിക്കുലർ വളരെ പ്രാധാന്യത്തോടെയാണ് സുവിശേഷ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ജീവിത വിഷയത്തിൽ ദൈവം കക്ഷിയായിരിക്കും. എന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. എൻ്റെ പേര് റാണി. ഞങ്ങൾ UK താമസിക്കുന്നത് 13 വർഷമായിട്ട്. ഞങ്ങൾ ഈ വെള്ളിയാഴ്ചയാണ് വന്നത് സാക്ഷ്യം പറയാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി. UK അവൾക്ക് ഫൈബ്രോയിഡ് സൗഖ്യം കൊടുത്തപ്പോഴാണ് ഇങ്ങനെ മാതാവിനെ പറ്റി അറിയുന്നതും. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാനിടയായി. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മച്ചി 1 മാസം കഴിഞ്ഞപ്പോൾ എണീറ്റ് നടക്കുകയും ചെയ്തു. അപ്പം 2019 തൊട്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും എല്ലാം ചെയ്തിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും ഞാൻ കൊളാപ്സ് ആവുകയും ചെയ്തു. അപ്പം ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പം ഒത്തിരി സീരിയസ് ആയിട്ടാണ് ഞാൻ അഡ്മിറ്റ് ആയത്. അപ്പോൾ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ യൂട്രസിൽ 2 ഫൈബ്രോയിഡ് ഉണ്ട്, ഒരെണ്ണം യൂട്രസിലും ഒരെണ്ണം യൂട്രസ് വാളിലുമാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ടായിട്ട് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിൽ വയറ് പെട്ടെന്ന് വീർത്ത് വരാൻ തുടങ്ങി. ശരിക്കും ഒരു പ്രഗ്നൻ്റ് പോലെ ആകാൻ തുടങ്ങി, ഒരു സൈഡ് മാത്രം. അപ്പോൾ എൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടുകയും എനിക്ക് മിണ്ടാൻ പോലും വയ്യാണ്ടായി കഴിഞ്ഞപ്പം എൻ്റെ കൺസൾട്ടൻ്റ് പറഞ്ഞു, ഇത് ഫൈബ്രോയിഡ് എന്തുകൊണ്ട് ഇങ്ങനെ വേദന വരുന്നത്, നമുക്കൊരു അർജൻറ്റ് MRI ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇൻപേഷ്യൻ്റായിട്ടൊരു അർജൻറ്റ് MRI ചെയ്യുകയും MRI ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് ക്യാൻസേറിയസ് ഫൈബ്രോയിഡ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. അതിൽ യൂട്രസ് വാളിലിരുന്ന ഫൈബ്രോയിഡ് എൻ്റെ കിഡ്നിയിലേക്ക് ഇറങ്ങി, കിഡ്നിയിലൂടെ ചുറ്റി അത് ഗ്രോത്ത് ഔട്ട് സൈഡിലേക്കായിട്ട് ഭയങ്കരമായിട്ട് ഇതായി. അപ്പം എനിക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ക്യാൻസറാണ്, ഗ്രോത്ത് കിഡ്നിയിലേക്കാക്കി. എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അർജൻറ്റ് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതിന് എൻ്റെ കൺസെൻറ്റ് മേടിച്ചു. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ്. ഒരു ദിവസം തന്നെ അവിടെ ഒരു 160 സർജറിയോളം നടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ട് പോലും എനിക്കൊരു സർജറിക്ക് ഒരു സ്പേസ് കിട്ടിയില്ല. അപ്പം എനിക്ക് ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. മോർഫിൻ ഞാൻ അവെയർലി എനിക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പെയിൻ സഹിക്കാൻ പറ്റാണ്ടായി. സർജറിക്ക് ഡേറ്റ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു
എൻ്റെ ഫൈബ്രോയിഡിനെ നമുക്ക് ഈ ഒരു ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രിങ്ക് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടുമ്പം നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടുന്ന് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയും എന്നെ അവിടെ നിന്ന് ഇങ്ങ് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് എമർജൻസി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചി ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ച് പറയുകയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടുന്ന് ഒരു ബ്രദറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു വിഷമിക്കേണ്ട, റാണിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ട്, അവൾ ട്രാവൽ ചെയ്യേണ്ട, സർജറിക്കുള്ള ഡേറ്റ് കിട്ടുന്നെന്ന് മാതാവ് കാണിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എല്ലാവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു 1.5 മണിക്കൂറിനുള്ളിൽ എൻ്റെ കൺസൾട്ടൻ്റ് വന്ന് പറഞ്ഞു റാണി നിൻ്റെ സർജറി പോസ്റ്റ് ചെയ്തു, ഓഗസ്റ്റ് 17 ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ശരിക്കും അതൊരു വലിയ മിറക്കളാണ്. കാരണം 3 മാസം വെയിറ്റ് ചെയ്യേണ്ട എനിക്ക് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പറഞ്ഞ് 1/2 മണിക്കൂറിൽ അവിടെ ഒരു സർജറി ക്യാൻസലേഷൻ ആവുകയും എൻ്റെ സർജറി പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് എനിക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്തു. അപ്പം സാധാരണ ചെയ്യുന്ന പോലെ അല്ലായിരുന്നു എനിക്ക് സർജറി ചെയ്തത്. കാരണം ഫൈബ്രോയിഡിന് ഭയങ്കര വലിപ്പമുള്ളത് കൊണ്ടും അതിൻ്റെ പൊസിഷൻ ഇതായതുകൊണ്ട് എനിക്ക് മേജർ സർജറി ചെയ്യണമായിരുന്നു. ഒരു 6 മണിക്കൂറോളം എടുത്ത് എൻ്റെ സർജറി ചെയ്ത് എന്നെ റൂമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ തീരെ വയ്യാണ്ടായിരുന്നു വന്നിരുന്നത്. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ സർജറി. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാനൊരു 6 മാസം കഴിയാതെ നോർമലായിട്ട് എണീറ്റ് നടക്കുക, ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥിച്ചും തിരുമുക്കമ്മനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും എൻ്റെ ഫാമിലി എന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്തതിൻ്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ ഞാൻ എണീറ്റ് നടക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ ജോലിക്ക് ജനുവരി തൊട്ട് നോർമലായിട്ട് ജോലി ചെയ്യാനും സാധിച്ചു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു മിറക്കിളായിട്ടാണ് എനിക്ക് പറയുക. ഇന്ന് ഈ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അതിനു വേണ്ടി മാതാവ് ഒരുക്കിയതാണ്. അന്ന് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ വരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ആ സർജറിക്ക് മുമ്പ് അവർ MRIയുടെ ക്യാൻസറിന് കണ്ടു. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അടുത്ത അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് നോർമലിന് കാണിച്ചു. അപ്പോൾ അവർക്കത് വിശ്വാസം വരാതെ അവർ എക്സ്റേ എടുത്തു. എക്സ്റേയുടെ റിസൾട്ടിലും ഒരു ക്യാൻസർ ഇല്ലയെന്ന് എനിക്ക് കാണിച്ചു. വീണ്ടും അവർ CT സ്കാൻ ചെയ്തെന്നെ. CT സ്കാനിലും എനിക്ക് നോർമൽ റിസൾട്ട് വന്നു. ഒരു ക്യാൻസറിൻ്റെ ഒരംശം പോലും ഇല്ലെന്ന് എല്ലാ റിസൾട്ടിലും വന്നു. സർജറി കഴിഞ്ഞ് അവർ ഫൈബ്രോയിഡ് ബയോപ്സിക്ക് വിട്ടു. ബയോപ്സിക്ക് വിട്ടപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാം എനിക്ക് നോർമൽ ഫൈബ്രോയിഡ് എന്നുള്ള റിസൾട്ട് വന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൺസൾട്ടൻ്റ് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു ക്യാൻസറായിരുന്ന ഫൈബ്രോയിഡ് ഒരു നോർമൽ ഫൈബ്രോയിഡ് എന്ന് വരുന്നത് ഞാൻ കണ്ടില്ല. കാരണം എന്നെ കൊണ്ട് റിസൾട്ട് കാണിച്ചു, ഇവരോട് പറഞ്ഞു എനിക്ക് ക്യാൻസറാണ്, കീമോ സ്റ്റാർട്ട് ചെയ്യണം ആഫ്റ്റർ സർജറി എന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് എന്നിട്ടും വിശ്വാസമാകാതെ എൻ്റെ ബയോപ്സി എല്ലാ ടെസ്റ്റുകളും അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് UK ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലാണ് അവിടേക്ക് അയച്ചു. അവിടെ എൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ എൻ്റെ ബയോപ്സികൾ ഉള്ള ടെസ്റ്റുകൾ അവർ എന്തൊക്കെ ചെയ്യാവോ എല്ലാ ടെസ്റ്റുകളും എനിക്ക് ഒരു 3 മാസത്തോളം ചെയ്തു. എല്ലാ ടെസ്റ്റിലും നോർമൽ എന്നല്ലാതെ ഒരു റിസൾട്ടും എനിക്ക് വന്നിട്ടില്ല. അതൊരു വലിയ സാക്ഷ്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണായിട്ട് 2021 പെട്ടെന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അവർ സ്കാൻ ചെയ്യാനായിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല. അവസാനം ഹസ്ബൻഡ് ഭയങ്കര പെയിനായി ചെന്ന് അപ്പോയിൻമെൻറ്റ് ചോദിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഒരു കിഡ്നി സ്റ്റോണുണ്ട്, അത് യൂറത്രയിൽ സ്റ്റക്കായിട്ട് 18 സെൻറ്റിമീറ്റർ ഓളം വലിപ്പം ഉണ്ടായിരുന്നു, ഭയങ്കര ബ്ലീഡിങ് ആയി. അപ്പം സർജറിക്ക് അവിടെ ഡേറ്റ് ഇല്ല. ഇവിടുത്തെ പോലെയല്ല, UK എല്ലാവർക്കും അറിയാം നമുക്കൊരു സർജറിക്കോ ഒരു ഡോക്ടറെ കാണുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറേ നാളായിട്ട്. അപ്പം ഹസ്ബൻഡിന് തീരെ വയ്യാണ്ടായി, ബ്ലീഡിങ് കൂടി, യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം അത്രയും വലിപ്പം വന്ന് സ്റ്റക്കായിരിക്കും, യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിവിടേക്ക് വിളിച്ച് പറഞ്ഞു, എൻ്റെ കസിൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച് കസിൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ജോസഫച്ചൻ അവളോട് പറഞ്ഞു വില്യംസ് ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു. അപ്പം എന്തേലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ കിഡ്നി സ്റ്റോണാണ്, സർജറിക്ക് വെയിറ്റ്. അപ്പോൾ അച്ഛൻ അവളോട് പറഞ്ഞു സർജറി ചെയ്യേണ്ടി വരില്ല, സ്റ്റോൺ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ അവർ പെട്ടെന്ന് ഡേറ്റ് വന്നു, സർജറിക്ക് പോസ്റ്റ് ചെയ്തു. ഞങ്ങൾ അൾട്രാസൗണ്ടിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരതുപോലും ചെയ്യാതെ അവിടെ ഡേ സർജറിയാണ്. ഡേ സർജറി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ
രാവിലെ ചെന്നു, സർജറി ചെയ്തു. 1/2 hour കഴിയുമ്പോൾ നമ്മളെ ഡിസ്ചാർജായി വീട്ടിൽ വിടും. അങ്ങനെയാണ് ഡേ സർജറികൾ അവിടെ ചെയ്യുക. സർജറി ചെയ്തു. സ്കാനിന് സർജൻ പറഞ്ഞു, പക്ഷേ ഒരു സ്കാൻ ചെയ്യാതെ ഡയറക്റ്റ് വില്യമിനെ കയറ്റി സർജറി ചെയ്തു. സ്റ്റോൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. സർജറി കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റോൺ എവിടെയും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെന്ന്. അച്ഛൻ പറഞ്ഞിരുന്നു സർജറി വേണ്ട, സ്റ്റോൺ പോയെന്ന്. അത് സംഭവിച്ചു. പക്ഷേ അവർ സ്കാൻ ചെയ്തില്ല, സർജറി ചെയ്ത് സ്റ്റോൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അവർ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സ്റ്റോണും കാണാനില്ല. അതും അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. മൂന്നാമതായിട്ട് ഈ ഡിസംബറിൻ്റെ അവധിക്ക് എൻ്റെ മോള് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ്. അവൾ വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി വെച്ച് അവൾ ഫുഡ് കഴിച്ച് അവൾക്ക് അലർജി ഉണ്ടായി. പെട്ടെന്ന് മേത്തെല്ലാം റാഷ് വന്ന് അവിടെ A&E കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫുഡിൻ്റെ അലർജിയാണെന്നും പറഞ്ഞുകൊണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരുന്നു. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് അവർ കുറേ മെഡിക്കേഷൻ എല്ലാം അവർക്ക് കൊടുത്തു വിട്ടു. അലർജി മാറി. അത് കഴിഞ്ഞപ്പം അവിടെ GP നമ്മുടെ ഒരു പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ടാവും എല്ലാവർക്കും. അപ്പം ഈ കൊറോണ വന്നതിന് ശേഷം നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുക ഭയങ്കര പാടാണ്. അപ്പോൾ അവർ ഫോൺ വഴിയാണ് നമുക്ക് കൺസൾട്ടേഷൻ തരിക. ഫേസ് ടു ഫേസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവളെ GP വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു, നിനക്ക് എക്സ്ട്രീം വിറ്റമിൻ D ഡെഫിഷ്യൻസിയാണ്, ഞാൻ മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഫാർമസിയിൽ നിന്ന് പോയി കളക്ട് ചെയ്തോളാം പറഞ്ഞു. ആ ഡോക്ടർ ഇവളെ കണ്ടിട്ടില്ല, ഈ കുട്ടിയുടെ വെയിറ്റ് അറിയില്ല, റിസൾട്ട് കണ്ട് ബൈ ഫോണിലൂടെ പ്രിസ്ക്രൈബ് ചെയ്തു. അത് മെഡിസിൻ വന്നു, ഞാൻ പോയി ഫാർമസിയിൽ നിന്ന് മേടിച്ച് എൻ്റെ മോൾക്ക് ഞാൻ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് അത് 50,000 യൂണിറ്റാണ് വിറ്റമിൻ ഡിയുടെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത്. സാധാരണ ഒരാൾക്ക് എക്സ്ട്രീം ലോയാണ് 15,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 20 years ആയി ഒരാൾക്ക് ഒരിക്കലും ഒരു 50,000 യൂണിറ്റ് ഒരു ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ കുട്ടി കഴിച്ചു, എന്നോട് മിണ്ടിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഇവളുടെ സൗണ്ടൊന്നും കേൾക്കണില്ല. അപ്പം മോൻ എൻ്റെ അടുത്ത് TV കാണുമായിരുന്നു. കിച്ചണിലേക്ക് വന്നപ്പോൾ ഇവൻ എന്നോട് വന്ന് പറഞ്ഞു ലിയാന ബ്രീത്ത് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് തമാശ ആയിരിക്കും പറയണേന്ന് ഓർത്ത് ഇരുന്നു. അത് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ചെയറെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഇരുന്ന പൊസിഷനിൽ തന്നെ അടിയിൽ കിടപ്പുണ്ട്. ഞാൻ ഡ്രസ്സെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിറ്റ്, എനിക്ക് അവളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ കുനിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ ഇരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഡെത്ത് ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു കളറാണ് വരുന്നത്. എൻ്റെ മോളിൽ നല്ല ഫെയർ ആയിട്ടുള്ള മോള് കരിക്കട്ട കളറിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പൾസ് പിടിച്ച് നോക്കി കഴിഞ്ഞപ്പം പൾസില്ല. ഫ്രീസറിൽ നിന്ന് നമ്മൾ ഒരാളെ എങ്ങനെ എടുത്ത് വെക്കുന്നോ അതുപോലെ ഇരുന്നു. 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ മോള് ഹാർട്ട് റേറ്റ് ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ്ലി പോയി. പെട്ടെന്ന് 1 സെക്കൻഡ് ഞാൻ സ്റ്റക്കായിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്, ജോലി സ്ഥലത്തായിരുന്നു, മോനുണ്ടായിരുന്നു, ഇവനൊന്നും അറിയില്ല. അപ്പം ഒരു നിമിഷം ഞാൻ മാതാവേന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം കൃപാസനം മാതാവ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസമായിരുന്നു ഈശോയും. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ചെവിയിലും മാതാവ് എന്ന് പറഞ്ഞു, എൻ്റെ ശ്വാസം കൊടുക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ എക്കോ പോലെ എൻ്റെ ചെവിയിലേക്ക് മാതാവ് പറയുകയാണ് നിൻ്റെ ശ്വാസം കൊടുക്കെന്ന് പറയുന്നു. പെട്ടെന്ന് ഇവളെ ഞങ്ങൾ ടേബിളിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തിട്ടിട്ട് ഞാൻ എൻ്റെ മൗത്ത് ടു മൗത്ത് ശ്വാസം ഞാൻ ഇവൾക്ക് കണ്ടിന്യൂസ് 3 മിനിറ്റ് കൊടുത്തു. CPR ചെയ്തു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ഗ്യാസ്പ് ചെയ്ത് കളർ പിങ്കായി വന്നു, ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ആ 3 മിനിറ്റ് ഞാൻ ഈ സർജറി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്, എങ്ങനെ ഞാൻ ആ കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ മാതാവാണ് എന്നെ കൊണ്ടായി ചെയ്യിപ്പിച്ചു. എൻ്റെ മോൻ 99 വിളിച്ചു, 4 പാരാമെഡിക്ക് വന്നു, 2 ആംബുലൻസ് വന്നു, ഫുൾ പാക്കായിട്ട് അവർ വീട്ടിൽ വന്നു. ECG എടുത്തപ്പോൾ വേരിയേഷൻ വന്നു. അപ്പം ഞാൻ ഓർത്ത് അതൊരു ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് ഓർത്ത്, കാരണം കംപ്ലീറ്റ്ലി അവൾ പോയിരുന്നു. എനിവേ ഹോസ്പിറ്റലിൽ എത്തിച്ചു, എമർജൻസിയിൽ എത്തിച്ചു, ബ്ലഡ് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു വലിയ സത്യം അന്നാണ് ഞാൻ അറിഞ്ഞത്, ഇവൾക്ക് ഒരു വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആ GP ആരുടെയും ബ്ലഡ് ടെസ്റ്റ് മാറിപ്പോയി. റോങ് മെഡിക്കേഷൻ എൻ്റെ മോൾക്ക് കൊടുത്ത് ഹൈ ഡോസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവളുടെ എല്ലാം നിന്നുപോയി, പെട്ടെന്ന് ഡ്രോപ്പായി പോയതാണ് സംഭവിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, എല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മോളെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. അത് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാതെ ഞങ്ങൾക്ക് കുടുംബത്തിന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അന്ന് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാതെ ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട്
അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ എൻ്റെ മോന് 2 വർഷം മുമ്പ് അവിടെ കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ വീണിട്ട് കൈക്ക് ഇവൻ തലയടിച്ച് വീണപ്പോൾ കൈ വെച്ച് അവൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ അവൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കുത്തി വീണ് കഴിഞ്ഞപ്പം ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ബോണ് പുറത്തേക്ക് വന്നു, ഇവൻ്റെ ഡിസ്ലൊക്കേഷനായിട്ട് പുറത്തേക്ക് വന്നു. എമർജൻസി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇവൻ്റെ ഇടത് കൈ ഇങ്ങനെ വളഞ്ഞായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു 100% ഇവൻ്റെ കൈ ഒരിക്കലും സ്ട്രൈറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞു. പിള്ളേർക്ക് പിസിയ വേണം, നമ്മൾ തന്നെയാണ് എക്സസൈസ് ചെയ്യുക, എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇവനെ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പം മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുരട്ടിക്കൊടുത്ത് എക്സസൈസ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാവിലെ ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കൈ സ്ട്രൈറ്റായെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്കെല്ലാം കാണാം, ഇവൻ്റെ കൈ സ്ട്രൈറ്റാണ്, വേറെ ഒരു പിസിയോയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അമ്മ മാതാവിൻ്റെ തൈലമാണ് ഇവൻ്റെ കൈ സ്ട്രൈറ്റായത്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ അവിടെ യൂട്യൂബിൽ ഇത് അച്ഛൻ്റെ ടോക്ക് എന്നും ഞാൻ കാണാറുണ്ട്, എൻ്റെ ട്യൂസ്ഡേയിൽ ഷെയർ ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കാണുമ്പം ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പം, ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരാൾ മാതാവിൻ്റെ ഗ്രോട്ടോയായിട്ട് ഇങ്ങനെ പ്രദക്ഷിണം പോലെ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പം അന്ന് ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്ന് നാട്ടിൽ വരുന്നോ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നിന്നെ എനിക്കത് കയ്യിലെടുക്കാൻ എനിക്കൊരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ വന്ന് ഇവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ അത്രയും പേര് നിന്ന് എനിക്കാണ് നറുക്കെടുത്ത് വീണത്, ഞാനാണ് മാതാവിനെ എടുത്ത് ഇന്ന് ഇവിടെ വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ മാതാവിനോട് എന്താഗ്രഹിച്ച് ചോദിച്ചാലും നമുക്ക് മാതാവ് തരും. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മാതാവിനെ പിടിച്ച് എനിക്ക് ഇവിടെ വരാനും ഈ മാതാവിൻ്റെ മുമ്പ് വന്ന് ഇന്ന് സാക്ഷ്യം പറയാനും സാധിച്ചാൽ ഒത്തിരി നന്ദി പറയുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനമാണ്. റാണി മാത്യു എന്ന മകൾ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം ചൊരിഞ്ഞ കൃപകളെക്കുറിച്ചാണ് അനുഭവസാക്ഷ്യം പറഞ്ഞത്. എങ്ങനെ ക്യാൻസറസ് ഫൈബ്രോയിഡ് അതിൽ നിന്ന് എങ്ങനെ ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു, ഇപ്പോൾ അതിൻ്റേതായ യാതൊരു അണുക്കളും ഈ മകളുടെ ശരീരത്തിലില്ല എന്നും, അതുപോലെ ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ സൗഖ്യമായത്, മകളുടെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ ആ മകൾക്കുണ്ടായ മെഡിസിൻ കൊടുത്തതിൻ്റെ സൈഡ് ഇഫക്റ്റ്, അതുമൂലം തീർത്തും നിശ്ചലമായി പോയ ശരീരം എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇവർക്ക് എങ്ങനെ അപ്പോൾ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക, ഇത് ഈ മകൾ ഇന്നാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്, തീർത്ഥാടന ഉടമ്പടി. അതിനു മുൻപ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി, ഇതാണ് ഇവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ അമ്മയെക്കുറിച്ച് കേട്ട് ഉടമ്പടി യൂട്യൂബ് ധ്യാനങ്ങളും അതുപോലെ സാക്ഷ്യങ്ങളുമൊക്കെ കേട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഇവർ ഉടമ്പടി എടുക്കേണ്ട ആ ഒരു ദിവസത്തെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സൗഖ്യങ്ങൾ കിട്ടുക. ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും കൃപാസനം അംഗീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിന് അങ്ങനെ തൻ്റെ കുടുംബത്തിൽ ഉണ്ടായ ഓരോരോ അവസ്ഥകളിലൂടെ തങ്ങൾ കടന്നു പോയപ്പോൾ അമ്മ എങ്ങനെ സാന്നിധ്യമായി കടന്നു വന്നു, ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ്. അതുപോലെ മകൻ്റെ കയ്യിൽ ഡിസ്ലൊക്കേഷൻ വരുന്നു, എന്നാൽ അതൊക്കെ എങ്ങനെ അമ്മയുടെ മാധ്യസ്ഥം വഴി സൗഖ്യമാക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. ഇവിടെയാണ് തിരുവചനം പറയുന്നത്, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നാം വിളിച്ച് അപേക്ഷിക്കാത്ത ഒരു പ്രശ്നമേയുള്ളൂ. നാം വിളിക്കുമ്പോഴേ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന സജീവ ദൈവത്തിൻ്റെ പുത്രനോടാണ് നാം പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ
ഈശോ കൃപകൾ ചൊരിയുവാൻ തയ്യാറായി നിൽക്കുകയാണ്. നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത്, ഉടമ്പടി നിബന്ധനകൾ പാലിക്കണം. അങ്ങനെ ഉടമ്പടി ജീവിതം നയിക്കണം. ആ നിബന്ധനകൾ പാലിച്ച് ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോഴാണ് നമുക്ക് കൃപകൾ ലഭിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.